നമസ്കാരം. കർക്കിടക മാസ ഫലങ്ങളാണ് പറയാൻ പോകുന്നത്. ജൂലൈ 17 തീയതിയാണ് കർക്കിടക മാസം ആരംഭിക്കുന്നത് ഈ വർഷം. മേടക്കൂറ്, അശ്വതി, ഭരണി, കാർത്തിക ആദ്യത്തെ 15 നാഴിക, ഇത്രയും ചേർന്ന മേടക്കൂറുകാർക്ക് കർക്കിടക മാസം പൊതുവെ ഗുണദോഷ സമ്മിശ്രമായിരിക്കും. 4-ലാണ് വ്യാഴം സഞ്ചരിക്കുന്നത്, 5-ൽ കേതു, 11-ൽ രാഹു, 12-ൽ ശനി. ഇങ്ങനെയാണ് തൽക്കാല ഗ്രഹനില. കുറച്ച് കാര്യങ്ങളിലൊക്കെ അനുകൂലമായ മാറ്റങ്ങൾ ഉണ്ടാകും. തൊഴിൽപരമായിട്ട് ചില ഗുണങ്ങളൊക്കെ ലഭിക്കും. പുതിയ ജോലിക്ക് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് വളരെ വേഗം അതിനുള്ള സാധ്യത കാണുന്നുണ്ട്. സാമ്പത്തികമായിട്ട് നിങ്ങൾക്ക് പ്രയോജനങ്ങൾ ഉണ്ടാകും. അനുകൂലമായ സാഹചര്യങ്ങൾ വരികയും ചെയ്യും. കുട്ടികളുടെ പഠനകാര്യത്തിൽ കുറച്ച് കൂടുതൽ ശ്രദ്ധ ആവശ്യമായിട്ട് കാണുന്നുണ്ട്. സ്വന്തമായി തൊഴിലുകൾ ചെയ്യുന്നവരും കൂടുതൽ സൂക്ഷ്മതയോടുകൂടി ചെയ്തില്ലെങ്കിൽ നിങ്ങളുടെ കർമ്മ മേഖലയെ വളരെ മന്ദഗതി ബാധിക്കുകയും നിങ്ങളുടെ തൊഴിലിൽ മടുപ്പ് അനുഭവപ്പെടുകയും ഒക്കെ ചെയ്തേക്കാം. കച്ചവട രംഗത്തുള്ളവർ കൂടുതൽ വിപുലമായ രീതിയിൽ പരിശ്രമം നടത്തുക. സാമ്പത്തിക നഷ്ടങ്ങൾ ഒഴിവാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇടപാടുകൾ സൂക്ഷിച്ച് നടത്തുക. നിങ്ങളുടെ പ്രവർത്തന മേഖലയെപ്പറ്റി വളരെ ആഴത്തിൽ പഠിച്ചു മനസ്സിലാക്കിക്കൊണ്ട് വേണ്ട കാര്യങ്ങൾ ചെയ്യണം. സമയം പൂർണ്ണമായിട്ടും നിങ്ങൾക്ക് അനുകൂലമല്ല. കുടുംബപരമായും ചില പ്രയാസങ്ങൾക്കൊക്കെ സാധ്യത കാണുന്നുണ്ട്. സംഭാഷണങ്ങളിൽ വേണ്ടത്ര കരുതലും മിതത്വവും ശീലിക്കുക. ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെടുന്നത് ഒഴിവാക്കുക. മനസ്സിന് സംഘർഷമോ പിരിമുറുക്കമോ ഉണ്ടാകാതിരിക്കാൻ വേണ്ട കരുതൽ സ്വീകരിക്കുക. ജീവിതത്തിൽ ദീർഘകാലമായി ചിന്തിച്ചിരുന്ന ചില ലക്ഷ്യങ്ങൾ നേടിയെടുക്കാനുള്ള അവസരം നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ്. ഗൃഹനിർമ്മാണം നടത്തിക്കൊണ്ടിരിക്കുന്നവർ കൂടുതൽ ശ്രദ്ധാപൂർവം അത് തുടരണം. പാഴ്ചെലവുകൾ ഒഴിവാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. പരീക്ഷകളിലും മറ്റു മത്സരങ്ങളിലുമൊക്കെ കൂടുതൽ ശ്രദ്ധാപൂർവം പങ്കെടുക്കേണ്ടത് ആവശ്യമാണ്. ഇല്ലാത്ത പക്ഷം നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു റിസൾട്ട് ഉണ്ടാകണമെന്നില്ല. നിങ്ങളുടെ കുടുംബത്തിൽ കാവുകളോ മറ്റ് ദേവസ്ഥാനങ്ങളോ ഉണ്ടെങ്കിൽ കർക്കിടക മാസത്തിൽ ദൈവാധീനമൊക്കെ ചിന്തിച്ച് ഉചിതമായ പരിഹാരങ്ങൾ ചെയ്യുന്നതിന് ഉത്തമമായ സമയമാണ്. കർക്കിടക വാവുബലി തർപ്പണങ്ങൾ കൃത്യമായി ചെയ്യുന്നത് നിങ്ങൾക്ക് വളരെ ഗുണം ചെയ്യും. അതോടൊപ്പം കർക്കിടക മാസത്തിൽ കഴിഞ്ഞുപോയ വംശപരമ്പരയുടെ സായുജ്യ ഗതിക്കു വേണ്ടി സത്യനാരായണ പൂജ ചെയ്യുന്നതും വളരെ പ്രയോജനം ചെയ്യും. കാർത്തിക ഒടുവിലുള്ള 45 നാഴിക, രോഹിണി, മകയിരം ആദ്യ 30 നാഴിക, ഇവ ചേർന്ന ഇടവക്കൂറുകാർക്ക് ഈ വരുന്ന കർക്കിടക മാസം പൊതുവെ ഗുണദോഷ സമ്മിശ്രമായിരിക്കും. മനസ്സിൽ വിചാരിക്കുന്നത് പോലെ എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് നടക്കണമെന്നില്ല. അപ്രതീക്ഷിതമായിട്ട് തടസ്സങ്ങൾ പല കാര്യങ്ങളിലും ഉണ്ടാകാം. നിങ്ങളുടെ പ്രവർത്തന രംഗത്ത് അത്ര അനുകൂലമല്ലാത്ത ചില സാഹചര്യങ്ങൾ നിലനിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ശ്രദ്ധാപൂർവം കാര്യങ്ങൾ ആലോചിച്ച് തീരുമാനിച്ച് മുമ്പോട്ട് പോകണം. തൊഴിൽ രംഗത്ത് നന്നായി പരിശ്രമിച്ചു കഴിഞ്ഞാൽ പ്രതിബന്ധങ്ങളെ എല്ലാം തരണം ചെയ്ത് വിജയത്തിലേക്ക് പോകാനായിട്ട് ഇടവക്കൂറുകാർക്ക് സാധിക്കുക തന്നെ ചെയ്യും. അവനവന്റെ കർമ്മ മേഖലയെപ്പറ്റി വളരെ ആഴത്തിൽ പഠിച്ചു മനസ്സിലാക്കിക്കൊണ്ട് വളരെ തീവ്രമായി പരിശ്രമിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാ മന്ദഗതിയെയും പ്രതികൂല സാഹചര്യങ്ങളെയും ഒക്കെ മറികടന്ന് മുമ്പോട്ട് പോകാം. കച്ചവട രംഗത്ത് പ്രവർത്തിക്കുന്ന ഇടവക്കൂറുകാർ ശരിയായി മുമ്പോട്ട് പോയാൽ സാമ്പത്തിക നേട്ടങ്ങൾ കൈവരിക്കാനായിട്ട് സാധിക്കും.
നിങ്ങളുടെ പ്രവർത്തന മേഖലയെ കൂടുതൽ വിപുലീകരിക്കാൻ നിങ്ങൾക്ക് സന്ദർഭം ലഭിക്കും. ജീവിതത്തിൽ ദീർഘകാലമായി മനസ്സിൽ സൂക്ഷിച്ചിരുന്ന ലക്ഷ്യങ്ങൾ നേടിയെടുക്കാനുള്ള അവസരം നിങ്ങൾക്ക് കിട്ടും. സാമ്പത്തികമായി വളരെ നല്ല പുരോഗതിയിലേക്ക് പോകാൻ സാധിക്കും. നൂതന സംരംഭങ്ങൾ തുടങ്ങുന്നതിന് നിങ്ങളിൽ പലർക്കും അവസരം ലഭിക്കുന്നതുമാണ്. ഇതിനു മുമ്പ് പ്രവർത്തിച്ചിട്ടില്ലാത്ത മേഖലയിൽ പുതിയതായി പ്രവർത്തനം ആരംഭിക്കുമ്പോൾ സാഹചര്യങ്ങൾ ശരിയായി പഠിച്ച് അറിഞ്ഞ് ചെയ്യേണ്ടത് അത്യാവശ്യമായിട്ട് കാണുന്നുണ്ട്. വിദ്യാർത്ഥികൾ കുറെ കൂടി ശ്രദ്ധാപൂർവം പരിശ്രമിക്കുക, നേട്ടങ്ങളുണ്ടാകും. സ്വന്തമായി വിവിധ മേഖലകളിൽ തൊഴിലുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് സാമ്പത്തിക പുരോഗതി കൈവരിക്കാനായിട്ട് സാധിക്കും. കുടുംബത്തിൽ സ്വസ്ഥതയും സന്തോഷവും നിലനിൽക്കുന്നതാണ്. സംഭാഷണങ്ങളിൽ മിതത്വവും ശാന്തതയും ശീലിക്കുക. മനസ്സിൻ്റെ ടെൻഷനും പിരിമുറുക്കവും ഒക്കെ ഒഴിവാക്കുന്നതിന് ആവശ്യമായ കാര്യങ്ങൾ ചെയ്യുക. ആരോഗ്യകാര്യങ്ങളിലൊക്കെ സാമാന്യമായ ഒരു ശ്രദ്ധ കൊടുത്താൽ മതിയാകും. നിങ്ങളുടെ കുടുംബപരമായ ഭരദേവതാ ക്ഷേത്രത്തിലും കാവുകളിലുമൊക്കെ ഈ കർക്കിടക മാസത്തോടനുബന്ധിച്ച് പൂജാതി കർമ്മങ്ങളും പ്രാർത്ഥനകളുമൊക്കെ ചെയ്യാറുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് ചെയ്യുക. കർക്കിടക വാവു ബലി ഏറ്റവും ഫലപ്രദമായും ഭക്തിയോടുകൂടിയും നിർവഹിക്കുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് വളരെ ഗുണം ചെയ്യും. കർക്കിടക മാസത്തിൽ വംശപരമ്പരയുടെ പൂർണ്ണമായ അനുഗ്രഹം നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും ലഭിക്കുന്നതിന് ഏറ്റവും ശാസ്ത്രീയ വിധിപ്രകാരം സത്യനാരായണ പൂജ നടത്തുന്നത് വളരെ നല്ലതാണ്. മകയിരം നാളിൻ്റെ ഒടുവിലുള്ള 30 നാഴിക, തിരുവാതിര, പുണർതം നക്ഷത്രത്തിൻ്റെ ആദ്യ 45 നാഴിക ഇവ ചേർന്ന മിഥുനക്കൂറുകാരെ സംബന്ധിച്ച് ഈ കർക്കിടക മാസം പൊതുവെ അനുകൂലമാണ്. അപ്പോൾ നിങ്ങൾക്ക് സാമ്പത്തികമായി നേട്ടങ്ങൾ ഉണ്ടാകും. പല രീതിയിൽ പുരോഗതി ലഭിക്കും. പുതിയ ജോലിക്ക് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് അത് സാധിക്കുന്നതാണ്. വിദേശ തൊഴിലിനു വേണ്ടി ശ്രമിക്കുന്നവർക്ക് ഈ മാസം അതിനുള്ള സാധ്യതയുമുണ്ട്. വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് നടക്കാനാണ് സാധ്യത കൂടുതൽ. അങ്ങനെ പോകാൻ പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നവർ ആവക ശ്രമങ്ങളിൽ സാമ്പത്തിക നഷ്ടങ്ങളോ പരാജയങ്ങളോ ഉണ്ടാകാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. അത് നിങ്ങളുടെ ഉത്തരവാദിത്വമാണ്. കച്ചവട രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് നല്ല സാമ്പത്തിക പുരോഗതി കൈവരുന്നതായിട്ട് കാണുന്നുണ്ട്. കച്ചവട രംഗം വിപുലീകരിക്കാൻ അവസരമുണ്ടാകും. പ്രവർത്തന മേഖലയിൽ കൂടുതൽ നേട്ടങ്ങൾ നിങ്ങളെ തേടിയെത്തും. സാമ്പത്തിക അഭിവൃദ്ധിയും പുരോഗതിയും എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ആഗ്രഹിക്കുന്നത് പോലെയുള്ള സാമ്പത്തിക അഭിവൃദ്ധി നേടിയെടുക്കാനായിട്ട് തുടക്കം കുറിക്കാൻ ഈ മാസം നിങ്ങൾക്ക് പറ്റും. തികച്ചും നൂതനമായ സംരംഭങ്ങളിലേക്ക് ഇറങ്ങാനുള്ള അവസരവും നിങ്ങൾക്ക് ലഭിക്കും. സ്വന്തമായി വിവിധ മേഖലകളിൽ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നവർക്ക് ഈ കർക്കിടകത്തിൽ വളരെയധികം പുരോഗതി കിട്ടും. സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകും. ജീവിതത്തിൽ ഇതിനു മുൻപ് കൈവരിച്ചിട്ടില്ലാത്ത രീതിയിലുള്ള നല്ല പുരോഗതി നേടിയെടുക്കാനുള്ള സന്ദർഭം നിങ്ങൾക്ക് ലഭിക്കും. കുടുംബത്തിൽ പൊതുവെ സ്വസ്ഥതയും സന്തോഷവും നിലനിൽക്കും. സന്താനങ്ങളുടെ ഉയർച്ചയിൽ സന്തോഷിക്കുവാൻ അവസരം വന്നു ചേരുകയും ചെയ്യും. ദീർഘകാലമായി മനസ്സിൽ ഉദ്ദേശിച്ചിരുന്ന ലക്ഷ്യങ്ങൾ നേടാനായിട്ട് നിങ്ങൾക്ക് അവസരം കിട്ടും. പുതിയ ഗൃഹനിർമ്മാണം നടത്തുന്നവർക്ക് അതിവേഗം അത് പൂർത്തിയാക്കാനുള്ള അവസരം ഉണ്ടാകുന്നതാണ്. പുതിയ വസ്തുവാഹനാദികൾ വാങ്ങാനുള്ള സന്ദർഭവും ലഭിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. കർക്കിടക വാവുബലി തർപ്പണം ഈ മാസം വളരെ ഭക്തിയോടെയും ശ്രദ്ധയോടെയും ചെയ്യുന്നത് വളരെ ഗുണകരമാണ്. കർക്കിടക മാസത്തിൽ അതിവിശിഷ്ടമായ സത്യനാരായണ പൂജ
നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും വേണ്ടി ചെയ്യുന്നതായാൽ എല്ലാവിധ പിതൃ അനുഗ്രഹാശിസ്സുകളും നിങ്ങൾക്ക് ലഭിക്കുകയും അതിൻ്റെതായ പ്രയോജനം ജീവിതത്തിൽ ഉണ്ടാവുകയും ചെയ്യുന്നതാണ്. പുണർതം നാളിന്റെ ഒടുവിലുള്ള 15 നാഴിക പൂയം, ആയില്യം ഇവ ചേർന്ന കർക്കിടക കൂറുകാർക്ക് ഈ വരുന്ന കർക്കിടക മാസം ഗുണദോഷ സമ്മിശ്രം ആയിരിക്കും. ഗുണങ്ങളും ദോഷങ്ങളും ഇടകലർന്നത് എന്ന് അർത്ഥം. നിങ്ങൾ വിചാരിക്കുന്നത് പോലെ പെട്ടെന്ന് കാര്യങ്ങൾ നടക്കണമെന്നില്ല. കുറച്ച് കാലതാമസമൊക്കെ വന്നേക്കാം. പരിശ്രമം തുടരേണ്ടത് ആവശ്യമാണ്. ജോലിക്ക് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് ഈ കർക്കിടക മാസത്തിൽ തന്നെ അത് നടക്കണമെന്നില്ല. എങ്കിലും പരിശ്രമം നന്നായി തുടരുകയാണെങ്കിൽ അധികം വൈകാതെ നിങ്ങൾക്ക് ജോലി ലഭിക്കുന്നതാണ്. വിദേശ തൊഴിലിനു വേണ്ടി പരിശ്രമിക്കുന്നവർ അങ്ങനെയുള്ള ശ്രമങ്ങളിൽ അബദ്ധങ്ങൾ ഉണ്ടാകാതെ, തെറ്റുകൾ ഉണ്ടാകാതെ പ്രത്യേകം കരുതലെടുക്കണം. ഇല്ലെങ്കിൽ ധനനഷ്ടം വരാം. അന്യദേശത്ത് വിവിധ മേഖലകളിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവർ നിങ്ങളുടെ അശ്രദ്ധ കൊണ്ട് എന്തെങ്കിലും പിഴവുകൾ ഉണ്ടാകാതെ നോക്കണം. നിങ്ങൾക്ക് ജോലിയിൽ ചില ബുദ്ധിമുട്ടുകൾ വരാം, തടസ്സങ്ങൾ വരാം. കർമ്മരംഗത്ത് പല രീതിയിലുള്ള ജോലി സമ്മർദ്ദങ്ങളും മറ്റ് അസ്വസ്ഥതകളുമൊക്കെ ഉണ്ടായേക്കാം. വിദ്യാർത്ഥികൾ പഠനകാര്യങ്ങളിൽ വളരെ ശ്രദ്ധിക്കണം. ഇല്ലാത്ത പക്ഷം ഉദ്ദേശിക്കുന്ന ഗുണമുണ്ടാവില്ല. കച്ചവടക്കാർക്ക് സാമ്പത്തിക നഷ്ടങ്ങൾക്ക് സാധ്യതയുണ്ട്. വളരെ കരുതലോടുകൂടി മുമ്പോട്ട് പോകേണ്ടതാണ്. പുതിയ പ്രവർത്തന മേഖലയിൽ ഇറങ്ങിത്തിരിക്കുമ്പോൾ അതിനെപ്പറ്റി ശ്രദ്ധിച്ചു പഠിച്ചു തന്നെ ചെയ്യുക. വിവിധ മേഖലകളിൽ സ്വന്തമായി പ്രവർത്തിക്കുന്നവരും വളരെ ആഴത്തിൽ കാര്യങ്ങൾ പഠിച്ച് ചെയ്തില്ലെങ്കിൽ സാമ്പത്തിക നഷ്ടങ്ങളോ ബുദ്ധിമുട്ടുകളോ ഉണ്ടാകാം. നിങ്ങൾക്ക് മനസ്സിന് വളരെ ബുദ്ധിമുട്ടുണ്ടാകുന്ന ചില സാഹചര്യങ്ങളൊക്കെ വന്നേക്കാം. നിങ്ങൾ വിചാരിക്കാത്ത രീതിയിലുള്ള ചില പ്രയാസങ്ങൾ നിങ്ങൾക്ക് അനുഭവപ്പെടാം. കുടുംബത്തിൽ പലവിധ അസ്വസ്ഥതകൾ ഉണ്ടാകാം. സാമ്പത്തിക നഷ്ടങ്ങളും കാര്യപരാജയങ്ങളും ഒക്കെ അനുഭവപ്പെടാം. വിവിധ മേഖലകളിൽ ഔദ്യോഗിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും പലതരത്തിലുള്ള അസ്വസ്ഥതകളും വിഷമങ്ങളും ഉണ്ടാകുന്നതായിട്ട് കണ്ടേക്കാം. നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് മുമ്പോട്ട് പോകണം. പ്രധാന കാര്യങ്ങളിൽ തീരുമാനങ്ങൾ എടുക്കുന്നത് വളരെ ആലോചിച്ച് വേണമെന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. ഈ കർക്കിടക മാസം ഗുണദോഷ സമ്മിശ്രമായിട്ട് കടന്നുപോകും. കർക്കിടക വാവുബലി ശ്രദ്ധയോടെ ചെയ്യുന്നത് നിങ്ങൾക്ക് ഗുണം ചെയ്യും. അതോടൊപ്പം നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും പിതൃക്കളുടെ അനുഗ്രഹാശീർവാദങ്ങൾ ശരിയായി ലഭിക്കുന്നതിനും അതുവഴി ജീവിത പുരോഗതി നേടുന്നതിനുമായി അതിവിശിഷ്ടമായ സത്യനാരായണ പൂജ എന്ന കർമ്മം ഏറ്റവും ശാസ്ത്രീയമായി തന്നെ ചെയ്യുന്നത് വളരെ പ്രയോജനം ചെയ്യും. മകം, പൂരം, ഉത്തരം നാളിന്റെ ആദ്യ 15 നാഴിക ഇവ ചേർന്ന ചിങ്ങക്കൂറുകാർക്ക് ഈ കർക്കിടക മാസം അത്ര ഗുണകരമൊന്നുമല്ല. എന്നാൽ വലിയ ദോഷവുമില്ല. പല കാര്യങ്ങളിലും തടസ്സങ്ങൾ ഉണ്ടാകും. ഉദ്ദേശിക്കുന്ന രീതിയിൽ വേഗം നടക്കണമെന്നില്ല. കുറച്ച് കാത്തിരിക്കേണ്ടതായിട്ട് വരാം. തൊഴിൽ അന്വേഷിച്ച് പരിശ്രമിക്കുന്നവർക്ക് താമസങ്ങൾ നേരിടും. വിദേശ തൊഴിലിന് പോകാൻ ശ്രമിക്കുന്നവർക്ക് ആ കാര്യത്തിലും വളരെയധികം കാലതാമസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടായേക്കാം. പരിശ്രമം തുടരുന്നത് നല്ലതാണ്. എന്നാൽ ഇങ്ങനെയുള്ള പരിശ്രമങ്ങളിൽ സാമ്പത്തിക നഷ്ടങ്ങളോ കാര്യപരാജയങ്ങളോ ഉണ്ടാകാതെ പ്രത്യേകം ശ്രദ്ധിക്കുക. കച്ചവടക്കാർ സാമ്പത്തിക ഇടപാടുകൾ സൂക്ഷിച്ച് നടത്തണം. നഷ്ടങ്ങൾക്ക് സാധ്യതയുണ്ട്. പുതിയ മേഖലയിൽ പ്രവർത്തിക്കാൻ ഇറങ്ങുന്നവർ അതിനെപ്പറ്റി നന്നായി പഠിച്ചു മനസ്സിലാക്കി തന്നെ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. നിങ്ങളുടെ കസ്റ്റമർമാരുമായി നല്ല ബന്ധം നിലനിർത്താൻ പ്രത്യേകം ശ്രദ്ധിക്കണം. നിങ്ങളുടെ ബിസിനസ് രംഗം
ശോഷിച്ചു പോകാതെയും ബിസിനസിന്റെ അളവ് കുറഞ്ഞു പോകാതെയും വളരെ ശ്രദ്ധിക്കുക. സ്വന്തമായി വിവിധ മേഖലകളിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നവരും വളരെ കരുതലോടെയും ശ്രദ്ധയോടെയും കാര്യങ്ങൾ ചെയ്യേണ്ടത് ആവശ്യമാണ്. കുട്ടികൾ പഠനകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കണം. ഇല്ലാത്ത പക്ഷം പല പ്രയാസങ്ങളും ഉണ്ടാകാം. കുടുംബപരമായ കാര്യങ്ങളിൽ ശ്രദ്ധയോടെയും സൂക്ഷ്മതയോടെയും മുമ്പോട്ട് പോവുക. സംഭാഷണത്തിൽ കരുതലും മിതത്വവും ശീലിക്കുന്നത് വളരെയധികം നല്ലതാണ്. ആരോഗ്യകാര്യങ്ങളിൽ പൊതുവായി ഒന്ന് ശ്രദ്ധിക്കുക. മനസ്സിന് സംഘർഷവും പിരിമുറുക്കവും കൂട്ടുന്ന തരത്തിലുള്ള സാഹചര്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുക. നിത്യവും വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നതൊക്കെ നല്ലതാണ്. ഗൃഹനിർമ്മാണമോ മറ്റ് നിർമ്മാണ പ്രവർത്തനങ്ങളോ നടത്തുന്നവർ പാഴ്ചെലവുകൾ ഒഴിവാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഏത് കാര്യത്തിലും വളരെ ശ്രദ്ധയോടുകൂടി ഇറങ്ങിത്തിരിക്കുക. കർക്കിടക വാവുബലി ഏറ്റവും ഫലപ്രദമായും ഭംഗിയായും ചെയ്യുന്നത് വളരെ നന്നായിരിക്കും. നിങ്ങളുടെ കുടുംബത്തിൽ കാവുകളോ കുടുംബക്ഷേത്രങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അവിടങ്ങളിൽ വേണ്ട രീതിയിലുള്ള അനുഷ്ഠാന കാര്യങ്ങളെല്ലാം ശ്രദ്ധാഭക്തി പൂർവം ചെയ്യേണ്ടത് ആവശ്യമാണ്. കർക്കിടക മാസത്തിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും പിതൃപരമ്പരയുടെ എല്ലാവിധ അനുഗ്രഹാശീർവാദങ്ങളും ലഭിക്കുന്നതിനും അതോടൊപ്പം എല്ലാ രീതിയിലുമുള്ള ഉയർച്ചയും പുരോഗതിയും ലഭിക്കുന്നതിനുമായി അത്യന്ത വിശിഷ്ടമായിരിക്കുന്ന ഗോവിന്ദരാജഹവനം ചെയ്യുന്നത് വളരെയധികം നന്നായിരിക്കും. ഉത്തരം നാളിന്റെ ഒടുവിലത്തെ 45 നാഴിക, അത്തം, ചിത്തിര നാളിന്റെ ആദ്യ 30 നാഴിക ഇവ ചേർന്ന കന്നിക്കൂറ്. പൊതുവെ നല്ല സമയമാണ് ഈ കർക്കിടക മാസം വരുന്നത്. നിങ്ങൾ മനസ്സിൽ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളിൽ അധികവും നടക്കാനുള്ള സാധ്യത ഉണ്ട്. സാമ്പത്തിക നേട്ടങ്ങൾ നിങ്ങൾക്ക് ലഭിക്കും. ജീവിത പുരോഗതിയിലേക്കുള്ള വഴിയൊരുങ്ങും. മനസ്സിന്റെ ആഗ്രഹങ്ങൾ നേടാനായിട്ടുള്ള അവസരം ഉണ്ടാകും. വിവാഹ ആലോചനകളിൽ പുരോഗതി ഉണ്ടാകും. ഒരു തീരുമാനമുണ്ടാകാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. പുതിയ ജോലിക്ക് പരിശ്രമിക്കുന്നവർക്ക് ഈ മാസം തന്നെ അത് ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. അന്യദേശങ്ങളിൽ ജോലിക്ക് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവർക്കും അത് നടന്നേക്കാം. വിവിധ മേഖലകളിൽ ദൂരദേശങ്ങളിൽ ജോലി ചെയ്യുന്നവർക്ക് സ്ഥാനക്കയറ്റം, സാമ്പത്തിക പുരോഗതി, കൂടുതൽ സൗകര്യങ്ങൾ ലഭിക്കുക, പുതിയ വാസസ്ഥാനം നേടിയെടുക്കുക തുടങ്ങിയ പല ഗുണങ്ങളും ഉണ്ടാകുന്നതാണ്. വിവിധ മേഖലകളിൽ സ്വന്തമായി തൊഴിലുകൾ ചെയ്യുന്നവർക്കും പല പ്രയോജനങ്ങളും ഉണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട്. കുട്ടികൾക്ക് പഠനകാര്യങ്ങളിൽ നേട്ടങ്ങളും പുരോഗതിയും കൈവരിക്കാനായിട്ട് ഈ കർക്കിടക മാസത്തിൽ സാധിക്കുന്നതാണ്. നിങ്ങളുടെ വിവാഹാലോചനകളിൽ തീരുമാനമാകാനുള്ള സ്ഥിതി എത്തുന്നതാണ്. കുടുംബത്തിൽ സ്വസ്ഥതയും സന്തോഷവും നിലനിൽക്കും. അഭിവൃദ്ധിയുണ്ടാകും. സന്താനങ്ങളുടെ പുരോഗതിയിൽ സന്തോഷിക്കാൻ അവസരമുണ്ടാകും. കച്ചവടക്കാർക്ക് സാമ്പത്തിക നേട്ടങ്ങൾ ലഭിക്കും. നിങ്ങളുടെ കച്ചവട മേഖല കൂടുതൽ വിപുലപ്പെടുത്താനുള്ള അവസരങ്ങളും വന്നു ചേരുന്നതാണ്. തികച്ചും പുതിയ മേഖലയിൽ പ്രവർത്തനം ആരംഭിക്കാൻ നിങ്ങൾക്ക് അവസരമുണ്ടാകും. നൂതനമായ സംരംഭങ്ങൾ തുടങ്ങുന്നതിനുള്ള അവസരവും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ജീവിതത്തിൽ ആഗ്രഹിക്കുന്നത് പോലെ ഉയർച്ചയും പുരോഗതിയും നേടിയെടുക്കാൻ നിങ്ങൾക്ക് അവസരം ലഭിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. വിവിധ മേഖലകളിൽ സ്വന്തമായി തൊഴിലുകൾ ചെയ്യുന്നവർക്കും പ്രയോജനം കിട്ടുന്ന സമയമാണ്. നന്നായിട്ട് ശ്രമിക്കുക. ഔദ്യോഗിക രംഗത്ത് വിവിധ വകുപ്പുകളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നവർക്കും അനുകൂലമായ പല മാറ്റങ്ങളും ഉണ്ടാകും. അപ്പൊ ഈ കർക്കിടക മാസം നന്നായി ശ്രമിച്ചാൽ വളരെ നേട്ടങ്ങൾ ഉണ്ടാകും, ഗുണങ്ങൾ കിട്ടും. കർക്കിടക വാവുബലിയൊക്കെ ഭംഗിയായിട്ട് ചെയ്തു തീർക്കാൻ ശ്രദ്ധിക്കുക. നിങ്ങളുടെ കുടുംബത്തിനും നിങ്ങൾക്കും പിതൃക്കളുടെ അനുഗ്രഹാശസ്സുകൾ സമ്പൂർണമായി ലഭിക്കുന്നതിനും
എല്ലാവിധ ഐശ്വര്യ സമൃദ്ധിയും ലഭിക്കുന്നതിനുമായിട്ട് അത്യന്തം വിശിഷ്ടമായ ഗോവിന്ദരാജ ഹോമം നടത്തുന്നത് വളരെയധികം ഐശ്വര്യപ്രദമാണ്. ചിത്തിര നക്ഷത്രത്തിന്റെ ഒടുവിലുള്ള 30 നാഴിക, ചോതി വിശാഖം നാളിന്റെ ആദ്യ 45 നാഴിക, ഇത്രയും ചേർന്നതാണ് തുലാക്കൂറ്. ഗുണദോഷ സമ്മിശ്ര കാലഘട്ടമാണ് ഇപ്പോൾ. ഉദ്ദേശിക്കുന്ന പോലെ കാര്യങ്ങളെല്ലാം പെട്ടെന്ന് നടക്കണമെന്നില്ല. അപ്രതീക്ഷിതമായ തടസ്സങ്ങൾ ഉണ്ടാകാം. സാമ്പത്തികമായി പാഴ്ചെലവുകൾ ക്രമാതീതമായി വർദ്ധിച്ചേക്കാം. വളരെ ശ്രദ്ധിക്കുക. ഗൃഹനിർമ്മാണമോ മറ്റ് നിർമ്മാണ പ്രവർത്തനങ്ങളോ നടത്തിക്കൊണ്ടിരിക്കുന്നവർ പണം ചെലവ് ചെയ്യുന്നതൊക്കെ ശ്രദ്ധിച്ചു തന്നെ വേണം. വിവിധ മേഖലകളിൽ സ്വന്തമായി തൊഴിലുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കും നഷ്ടങ്ങളും പരാജയങ്ങളും ഉണ്ടാകാനുള്ള സാധ്യതയുള്ളതുകൊണ്ട് കരുതലോടുകൂടി തന്നെ പരിശ്രമിക്കുക. വിദ്യാർത്ഥികൾ പഠനകാര്യങ്ങളിൽ വളരെ ശ്രദ്ധിച്ചില്ലെങ്കിൽ ചില ബുദ്ധിമുട്ടുകളൊക്കെ വരാം. പുതിയ ജോലിക്ക് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് ഒരല്പം കാലതാമസം ഉണ്ടായേക്കാം. പരിശ്രമം തുടരുന്നത് നല്ലതാണ്. അന്യദേശങ്ങളിലും മറ്റും വിവിധ മേഖലകളിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന തുലാക്കൂറുകാർ വളരെ ശ്രദ്ധയോടുകൂടി പ്രവർത്തിക്കണം. നിങ്ങളുടെ അശ്രദ്ധ കൊണ്ടും ആലോചനക്കുറവ് കൊണ്ടും നിങ്ങളുടെ തൊഴിലിൽ ചില ബുദ്ധിമുട്ടുകളോ കുറവുകളോ ഉണ്ടായേക്കാം. അത് ഒഴിവാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. കച്ചവട രംഗത്തുള്ളവർക്ക് നഷ്ടങ്ങൾക്ക് സാധ്യതയുണ്ട്. നിങ്ങളുടെ മേഖലയെപ്പറ്റി ശരിക്ക് പഠിച്ച് പ്രവർത്തിക്കണം. സാമ്പത്തിക ഇടപാടുകൾ വളരെ സൂക്ഷിച്ച് നടത്തണം. കസ്റ്റമർമാരുമായി നല്ല ബന്ധം നിലനിർത്തുവാൻ ശ്രദ്ധിക്കുക. നിങ്ങളുടെ കച്ചവടത്തിൻ്റെ അളവ് കുറഞ്ഞു പോകാതെ പ്രത്യേകം സൂക്ഷ്മത പാലിക്കുക. ഇങ്ങനെയുള്ള കരുതൽ നടപടികളൊക്കെ ചെയ്യുന്നത് നന്നായിരിക്കും. മനസ്സിന് ടെൻഷനും പിരിമുറുക്കവും ഉണ്ടാകുന്ന സാഹചര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കുക. ആവശ്യമില്ലാത്ത കാര്യങ്ങളിലൊന്നും ഇടപെടാതിരിക്കുക. ശ്രദ്ധാപൂർവം ജാഗ്രതയോടെ എല്ലാ കാര്യങ്ങളും പ്രത്യേകം ശ്രദ്ധിക്കുക. ജീവിതത്തിൽ ദീർഘകാലമായി ചിന്തിച്ചുകൊണ്ടിരുന്ന ചില കാര്യങ്ങൾ നടക്കാനുള്ള സാധ്യതയുണ്ട്. ഗൃഹനിർമ്മാണം നടത്തിക്കൊണ്ടിരിക്കുന്നവർ സൂക്ഷ്മതയോടുകൂടി അത് തുടരുക. വൈകാതെ പൂർത്തിയാക്കാൻ കഴിയും. മറ്റ് വിവിധ മേഖലകളിൽ ഔദ്യോഗിക രംഗത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നവർക്കും സമയം അത്ര അനുകൂലമല്ല. കരുതലോടുകൂടി തീരുമാനങ്ങൾ എടുക്കുക. ഈ കർക്കിടക മാസം പ്രത്യേകമായി ചില പ്രാർത്ഥനകളും അനുഷ്ഠാനങ്ങളും ഒക്കെ ചെയ്യുന്നത് സമയദോഷങ്ങളെ മറികടക്കാനായിട്ട് സാധിക്കും. കർക്കിടക വാവുബലി തർപ്പണങ്ങൾ ശ്രദ്ധാഭക്തി സമന്വിതം ചെയ്യേണ്ടതാണ്. അതോടൊപ്പം നിങ്ങളുടെ വംശപരമ്പരയുടെ അനുഗ്രഹ ആശീർവാദങ്ങൾ നിങ്ങൾക്കും കുടുംബത്തിനും നല്ല രീതിയിൽ ലഭിക്കുന്നതിനും ജീവിതാഭിവൃദ്ധി ഉണ്ടാകുന്നതിനും ഏറ്റവും വിശിഷ്ടമായി സത്യനാരായണ പൂജ ചെയ്യുന്നത് വളരെ പ്രയോജനം ചെയ്യും. വിശാഖം നാളിൻ്റെ ഒടുവിലുള്ള 15 നാഴിക, അനിഴം, തൃക്കേട്ട ഇവ ചേർന്ന വൃശ്ചികക്കൂറുകാർക്ക് പൊതുവെ കർക്കിടക മാസം അനുകൂലമാണ്. മനസ്സിൽ ഉദ്ദേശിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ നടക്കും. സാമ്പത്തിക പുരോഗതി ഉണ്ടാകും. ജീവിത നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കും. സന്താനങ്ങളുടെ ഉയർച്ചയിൽ സന്തോഷിക്കാൻ അവസരമുണ്ടാകും. ദീർഘകാലമായി ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ നടക്കുന്നതാണ്. ഗൃഹവാഹനാദി യോഗം കാണുന്നുണ്ട്. പുതിയ വസ്തു വാങ്ങാനുള്ള സാഹചര്യം അനുഭവപ്പെടുകയും ചെയ്യാം. പുതിയ ജോലിക്ക് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് അധികം വൈകാതെ അത് നടക്കും. നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള നല്ല ജോലിയിൽ പ്രവേശിക്കാൻ നിങ്ങൾക്ക് അവസരമുണ്ടാകും. വിദേശ തൊഴിലിന് പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് ആ കാര്യത്തിലും അധികം വൈകാതെ ഉദ്ദേശലക്ഷ്യം സാധിക്കും. അന്യദേശങ്ങളിൽ വിവിധ മേഖലകളിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് സ്ഥാനക്കയറ്റം, സാമ്പത്തിക അഭിവൃദ്ധി, കാര്യ പുരോഗതി, കൂടുതൽ സൗകര്യങ്ങൾ ഉണ്ടാകുക, ആഗ്രഹിക്കുന്നത് പോലെ നല്ല വാസസ്ഥലം ലഭിക്കുക, ഇങ്ങനെ ഒട്ടേറെ ഗുണങ്ങൾ വന്നു ചേരുന്നതായിട്ട് കാണുന്നുണ്ട്. കുടുംബത്തിൽ സ്വസ്ഥതയും സന്തോഷവും നിലനിൽക്കും. സന്താനങ്ങളുടെ അഭിവൃദ്ധിയിൽ വളരെ സന്തോഷിക്കാൻ അവസരം ഉണ്ടാവുകയും ചെയ്യും.
വിവാഹാലോചനയും മറ്റും നടത്തുന്നവർക്ക് അധികം വൈകാതെ ആ കാര്യത്തിൽ തീരുമാനം ഉണ്ടാകുന്നതാണ്. വിവിധ മേഖലകളിൽ സ്വന്തമായി തൊഴിലുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് പുരോഗതിയിലേക്ക് എത്താൻ കഴിയും. നല്ല വിജയം ലഭിക്കുന്നതായിട്ടും കാണുന്നുണ്ട്. കച്ചവടക്കാർക്ക് സാമ്പത്തിക പുരോഗതി ലഭിക്കും. നിങ്ങളുടെ ബിസിനസ്സിനെ കൂടുതൽ വിപുലീകരിക്കാൻ അവസരമുണ്ടാകും. മുൻപ് പ്രവർത്തിച്ചിട്ടില്ലാത്ത പുതിയ മേഖലയിൽ പ്രവർത്തനം ആരംഭിക്കുന്നതിനും അവിടെ നൂതനമായ സംരംഭങ്ങൾ തുടങ്ങുന്നതിനും നിങ്ങൾക്ക് അവസരം വന്നു ചേരുന്നതായിട്ട് കാണുന്നുണ്ട്. എല്ലാ രീതിയിലും പുരോഗതി ഉണ്ടാകുന്ന സമയമാണ്. വിവിധ വകുപ്പുകളിൽ ഔദ്യോഗിക രംഗത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നവർക്കും ഗുണകരമായ മാറ്റങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് പഠനപരമായി നല്ല പുരോഗതി വന്നു ചേരുന്നതായിട്ടും കാണുന്നുണ്ട്. ഈ കർക്കിടക മാസം പൊതുവെ നിങ്ങൾക്ക് വളരെ നല്ലതാണ്. കർക്കിടക വാവുബലിയൊക്കെ ഭംഗിയായി വേണ്ടതുപോലെ ചെയ്യുക. നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും എല്ലാവിധ പിതൃക്കളുടെ അനുഗ്രഹങ്ങളും ഈശ്വരാധീനവും വന്നു ചേരുന്നതിന് അത്യതിവിശിഷ്ടമായ സത്യനാരായണ പൂജ നടത്തുന്നത് വളരെ നന്നായിരിക്കും. മൂലം, പൂരാടം, ഉത്തരാടം നാളിന്റെ ആദ്യ 15 നാഴിക ഇത്രയും ചേർന്ന ധനുക്കൂറുകാരുടെ കാര്യം പരിഗണിക്കുമ്പോൾ ഈ കർക്കിടക മാസം ഗുണദോഷ സമ്മിശ്രമാണ്. ഗുണങ്ങളും ദോഷങ്ങളും ഒക്കെ ഏറെക്കുറെ സമമായിട്ട് വരും. പുതിയ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് അത് കിട്ടാനുള്ള സാധ്യതയുണ്ട്. സാമാന്യം തൃപ്തികരമായ നല്ല ജോലി ലഭിക്കും. വിദേശ തൊഴിലിന് ശ്രമിക്കുന്നവർക്ക് ചിലപ്പോൾ അത് നീണ്ടുപോയേക്കാം. അങ്ങനെയുള്ള പരിശ്രമങ്ങളിൽ ധനനഷ്ടങ്ങൾ ഉണ്ടാകാതെ ഇരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ്. വിവിധ മേഖലകളിൽ സ്വന്തമായി തൊഴിലുകൾ ചെയ്യുന്നവർക്കും വളരെ കരുതൽ ആവശ്യമാണ്. നന്നായി പരിശ്രമിച്ചില്ലെങ്കിൽ നിങ്ങളുടെ കർമ്മരംഗം ഒരുവിധമെങ്കിലും ഭംഗിയായി കൊണ്ടുപോകാൻ വളരെ ബുദ്ധിമുട്ടേണ്ടി വരും. കാര്യപരാജയങ്ങൾക്കൊക്കെ സാധ്യതയുണ്ടെന്ന് ചുരുക്കം. കച്ചവടക്കാർക്ക് സാമ്പത്തിക നഷ്ടങ്ങൾ അനുഭവപ്പെടാം. നിങ്ങളുടെ കച്ചവടത്തിന്റെ അളവ് കുറഞ്ഞു പോകാം. നിങ്ങളുടെ ബിസിനസ് രംഗം ചെറുതായി പോകുന്ന സാഹചര്യം ഉണ്ടാകാം. അപ്പോൾ വളരെ കരുതലോടെ പ്രവർത്തിക്കുക. കസ്റ്റമർമാരുമായി നല്ല ബന്ധം നിലനിർത്താൻ ശ്രമിക്കുക. നിങ്ങളുടെ പ്രവർത്തന മേഖലയെപ്പറ്റി ശരിക്കും പഠിച്ചു മനസ്സിലാക്കി വേണ്ടതുപോലെ മുമ്പോട്ട് പോകേണ്ടത് അത്യാവശ്യമാണ്. കുട്ടികൾ പഠനകാര്യങ്ങളിൽ വളരെ ജാഗ്രത പാലിക്കണം. അല്ലാത്തപക്ഷം ഉദ്ദേശിക്കുന്ന പ്രയോജനം കിട്ടിയെന്ന് വരില്ല. കുടുംബപരമായ കാര്യങ്ങളിലും കൂടുതൽ ശ്രദ്ധ ഉണ്ടായിരിക്കേണ്ടത് ആവശ്യമാണ്. എല്ലാ കാര്യങ്ങളിലും സൂക്ഷ്മത പാലിക്കുക. വിവാഹാലോചനകളിലും മറ്റു ഒരല്പം കാലതാമസം ഉണ്ടായേക്കാം. എങ്കിലും പരിശ്രമം തുടരുക. മനസ്സിന് ടെൻഷനോ സംഘർഷമോ ഉണ്ടാകുന്ന സാഹചര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കേണ്ടത് അത്യാവശ്യമാണ്. ആരോഗ്യകാര്യങ്ങളിൽ പൊതുവായ ശ്രദ്ധ ഉണ്ടായിരിക്കുക. പണമിടപാടുകൾ സൂക്ഷിച്ച് നടത്തുക. ഈ വരുന്ന കർക്കിടക മാസം പൊതുവെ നിങ്ങൾക്ക് ഗുണങ്ങളും ദോഷങ്ങളും ഇടകലർന്നതാണ്. കർക്കിടക വാവുബലി തർപ്പണമൊക്കെ ഭംഗിയായി ചെയ്യുക. കർക്കിടക മാസത്തിൽ സർവൈശ്വര്യ പ്രാപ്തിക്കായി ഗണപതി ഹോമം, ഭഗവതി സേവ നടത്തുന്നത് വളരെ നല്ലതാണ്. ഉത്തരാടം നാളിന്റെ ഒടുവിലുള്ള 45 നാഴിക, തിരുവോണം, അവിട്ടം നാളിന്റെ ആദ്യ 30 നാഴിക ഇവ ചേർന്ന മകരക്കൂറുകാർക്ക് നല്ല സമയമാണ് ഈ കർക്കിടക മാസം. ജീവിതത്തിൽ പുരോഗതിയുണ്ടാകും. സാമ്പത്തിക നേട്ടങ്ങൾ കൈവരിക്കാനായിട്ട് സാധിക്കും. അനുഭവ ഗുണങ്ങൾ പലതും വന്നു ചേരും. പുതിയ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് അത് നടക്കുന്നതാണ്. എല്ലാ രീതിയിലുമുള്ള നേട്ടങ്ങളും നിങ്ങൾക്ക് വന്നു ചേരാൻ അവസരമുണ്ടാകും. സാമ്പത്തിക പുരോഗതി ലഭിക്കും. വിദേശ തൊഴിലിനു വേണ്ടി പരിശ്രമിക്കുന്നവർക്ക് അത് സാധിക്കും. ശ്രദ്ധയോടുകൂടി വേണ്ടത് ചെയ്യുക. അന്യദേശങ്ങളിൽ വിവിധ മേഖലകളിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് സാമ്പത്തിക ഉയർച്ച, പുരോഗതി, സ്ഥാനക്കയറ്റം, കൂടുതൽ സൗകര്യങ്ങൾ, ആഗ്രഹിക്കുന്ന വാസസ്ഥലം ഇതെല്ലാം ലഭിക്കാൻ ഇടയുണ്ട്. കച്ചവടക്കാർക്ക് നല്ല സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകും. കർമ്മരംഗത്ത് പുരോഗതി ഉണ്ടാകും. എല്ലാ വിധത്തിലുമുള്ള ഉയർച്ചയും അഭിവൃദ്ധിയും നേട്ടങ്ങളും വന്നു ചേരുകയും ചെയ്യും. കുടുംബത്തിൽ സ്വസ്ഥതയും സന്തോഷവും നിലനിൽക്കും.
സന്താനങ്ങളുടെ അഭിവൃദ്ധിയിൽ സന്തോഷിക്കാൻ അവസരമുണ്ടാകും. ഗൃഹനിർമ്മാണം നടത്തിക്കൊണ്ടിരിക്കുന്നവർക്ക് അത് പൂർത്തീകരിച്ച് വൈകാതെ താമസം തുടങ്ങുവാൻ കഴിയും. പുതിയ വസ്തുവാഹനങ്ങൾ നേടിയെടുക്കാൻ അവസരമുണ്ടാകും. നിങ്ങൾക്ക് മനസ്സിന് വളരെ സന്തോഷം ലഭിക്കുന്ന പല അനുഭവങ്ങളും ഈ കർക്കിടക മാസത്തിൽ വന്നു ചേരുന്നതിന് സാധ്യതയുണ്ട്. നിങ്ങളുടെ കുടുംബത്തിൽ കാവുകളോ മറ്റ് ആരാധനാ സ്ഥാനങ്ങളോ സംരക്ഷിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ വേണ്ട രീതിയിൽ ചെയ്ത് മുമ്പോട്ട് പോവുക. പരദേവതാ സ്ഥാനത്ത് പൂജകളും മറ്റും ചെയ്യുക. അതോടൊപ്പം കർക്കിടക വാവുബലി തർപ്പണം ഭംഗിയായി ചെയ്യുക. ഗണപതി ഹോമം, ഭഗവതി സേവ ചെയ്യുക. ഇതൊക്കെ വളരെ നല്ലതാണ്. അവിട്ടം നക്ഷത്രത്തിൻ്റെ ഒടുവിലുള്ള 30 നാഴിക, ചതയം പൂരൊരുട്ടാതി നാളിൻ്റെ ആദ്യ 45 നാഴിക, ഇവ ചേർന്ന കുംഭക്കൂറുകാർക്ക് ഗുണദോഷ സമ്മിശ്രമാണ് ഈ കർക്കിടക മാസം. കാര്യതടസ്സങ്ങൾ പലതും ഉണ്ടാകാം. തൊഴിൽ രംഗത്ത് ബുദ്ധിമുട്ടുകൾ വരാം. പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള മാറ്റങ്ങൾ നിങ്ങളിലേക്ക് ഉണ്ടാകാം. സാമ്പത്തിക നഷ്ടങ്ങൾക്കിടയുണ്ട്. കാര്യങ്ങൾക്ക് ഒരു പരാജയ സാധ്യത ഉണ്ടാകാം. യാത്രാക്ലേശം, അലച്ചിൽ, മനസ്സിന് വിഷമങ്ങൾ, തീവ്ര ദുഃഖങ്ങൾ, കുടുംബത്തിൽ അസ്വസ്ഥത, ഇതൊക്കെ വന്നു ചേരാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് വളരെ ശ്രദ്ധാപൂർവം എല്ലാ കാര്യങ്ങളും ചെയ്യുക. സംഭാഷണത്തിൽ വളരെ കരുതലും മിതത്വവും ശീലിക്കുക. വളരെ ശാന്തതയോടുകൂടി എല്ലാ സാഹചര്യങ്ങളിലും ഇടപെട്ട് ശീലിക്കുക. മനസ്സിന് ടെൻഷനും പിരിമുറുക്കവും ഉണ്ടാകുന്ന സാഹചര്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുക. പുതിയ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് അത് സാധിച്ചേക്കാം. സാമാന്യം തൃപ്തികരമായ ജോലി കിട്ടാൻ സാധ്യതയുണ്ട്. വിവിധ മേഖലകളിൽ സ്വന്തമായി തൊഴിൽ ചെയ്യുന്നവർക്ക് നല്ല പരിശ്രമം ആവശ്യമായി വരും. നല്ല രീതിയിൽ പ്രവർത്തിച്ച് മുമ്പോട്ട് പോയാൽ പ്രയാസം കൂടാതെ പിടിച്ചു നിൽക്കാൻ കഴിയും. കച്ചവടക്കാരുടെ സാമ്പത്തിക ഇടപാടുകൾ വളരെ ശ്രദ്ധിക്കണം. ധനനഷ്ടങ്ങൾ ഉണ്ടാകാതിരിക്കാൻ വളരെ ആലോചിച്ച് പ്രവർത്തിക്കണം. നിങ്ങളുടെ ബിസിനസ് രംഗം അതേപടി നല്ല നിലയിൽ നിലനിർത്തിക്കൊണ്ടു പോകുവാൻ വളരെ പരിശ്രമം ആവശ്യമാണ്. നൂതന സംരംഭങ്ങൾ തുടങ്ങുകയാണെങ്കിൽ ശ്രദ്ധാപൂർവം പഠിച്ച് ചെയ്യണം. വിദ്യാർത്ഥികൾ പഠനകാര്യങ്ങളിൽ കൂടുതൽ ജാഗ്രത കാണിക്കേണ്ടതാണ്. ഔദ്യോഗിക രംഗങ്ങളിൽ വിവിധ വകുപ്പുകളിലൊക്കെ പ്രവർത്തിക്കുന്നവരും തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ശ്രദ്ധിച്ച് ചെയ്യുക. വിവാഹ ആലോചനകളിൽ കാലതാമസമോ തടസ്സമോ ഒക്കെ വരാം. നിങ്ങൾ അതിൻ്റെ പരിശ്രമം തുടരുകയാണ് വേണ്ടത്. പൊതുവെ കർക്കിടക മാസം നിങ്ങൾക്ക് ഗുണങ്ങളും ദോഷങ്ങളും ഇടകലർന്നതാണെന്ന് പറഞ്ഞല്ലോ. എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കുക. ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധ വേണം. മനസ്സിന് ടെൻഷൻ ഉണ്ടാകുന്ന രീതിയിലുള്ള സാഹചര്യങ്ങളിലേക്ക് പോകരുത്. കുടുംബക്കാവുകളോ ക്ഷേത്രങ്ങളോ ഉണ്ടെങ്കിൽ അവിടെ വേണ്ട പ്രാർത്ഥനാദി കർമ്മങ്ങളൊക്കെ ചെയ്യുക. കർക്കിടക വാവുബലിയൊക്കെ ഭംഗിയായിട്ട് ചെയ്യുക. എല്ലാവിധ ഐശ്വര്യ ആശീർവാദങ്ങളും കുടുംബത്തിൽ ലഭിക്കുന്നതിന് സത്യനാരായണ പൂജ ചെയ്യുന്നത് വളരെ ഗുണം ചെയ്യും. പൂരുരുട്ടാതി നാളിൻ്റെ ഒടുവിലുള്ള 15 നാഴിക, ഉത്തരട്ടാതി, രേവതി, ഇവ ചേർന്ന മീനക്കൂറുകാർക്ക് ഗുണദോഷ സമ്മിശ്ര കാലഘട്ടമാണ്. വിചാരിക്കുന്നത് പോലെ എല്ലാം തന്നെ കൃത്യമായി ഉടനെ നടക്കണമെന്നില്ല. പല കാര്യങ്ങളിലും തടസ്സങ്ങൾ ഉണ്ടാകാം. സാമ്പത്തികമായി ചില ബുദ്ധിമുട്ടുകളോ ഞെരുക്കങ്ങളോ അല്ലെങ്കിൽ സാമ്പത്തിക നഷ്ടങ്ങളോ പാഴ്ചെലവുകളോ ഒക്കെ വന്നേക്കാം. കരുതലോടുകൂടി എല്ലാം ചെയ്യുക. പണമിടപാടുകൾ ശ്രദ്ധിച്ച് നടത്തുക. യാത്രാക്ലേശം, അലച്ചിൽ, ആരോഗ്യപരമായി ചില അസ്വസ്ഥതകൾ ഇതൊക്കെ ഉണ്ടായേക്കാം. സൂക്ഷ്മതയോടെ പ്രവർത്തിക്കുക. നിങ്ങളുടെ കർമ്മരംഗത്ത് അത്ര തൃപ്തികരമല്ലാത്ത മാറ്റങ്ങൾക്കിടയുണ്ട്. വേണ്ടത് ശ്രദ്ധയോടെ ചെയ്യുക. പുതിയ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് ഒരല്പം കാലതാമസം വരാം. പരിശ്രമം തുടരുക. അന്യരാജ്യങ്ങളിൽ പോകാൻ ശ്രമിക്കുന്നവർ ശ്രദ്ധിച്ച് വേണം മുമ്പോട്ട് നീങ്ങേണ്ടത്. ധനനഷ്ടങ്ങൾ ഒഴിവാക്കാൻ പ്രത്യേകം കരുതൽ എടുക്കുക. കച്ചവടക്കാർ സാമ്പത്തിക നഷ്ടങ്ങൾ ഉണ്ടാകാതെ വളരെ ശ്രദ്ധിച്ച് ചെയ്യുക. നിങ്ങളുടെ ബിസിനസ് രംഗത്തെപ്പറ്റി പഠിച്ചു മുമ്പോട്ട് പോവുക. നിങ്ങളുടെ ബിസിനസ് മേഖല അതേപടി നന്നായി നിലനിർത്തിക്കൊണ്ടു പോകാൻ കരുതലോടെ പ്രവർത്തിക്കുക.
കസ്റ്റമർമാരുമായുള്ള ബന്ധമൊക്കെ നന്നായി തുടരുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് നടപടിയെടുക്കുക. കുട്ടികൾ പഠനകാര്യങ്ങളിൽ നല്ല കരുതലോടെ മുമ്പോട്ട് പോകേണ്ടതാണ്. വിവാഹ ആലോചനകളിൽ ഒരല്പം കാലതാമസം വരാം, എങ്കിലും ശ്രമം തുടരുക. ഗൃഹനിർമ്മാണ പ്രവർത്തനം നടത്തുന്നവർ പാഴ്ചെലവുകളൊന്നും ഉണ്ടാകാതെ ശ്രദ്ധിച്ചത് തുടരുക. വൈകാതെ പൂർത്തീകരിച്ച് താമസം തുടങ്ങാൻ അവസരം ഉണ്ടാകും. പുതിയ പ്രവർത്തന മേഖലയിലേക്ക് ഇറങ്ങാൻ ഉദ്ദേശിക്കുന്നവർ സാഹചര്യം പഠിച്ചിട്ട് ചെയ്യേണ്ടതാണ്. മനസ്സിന്റെ ടെൻഷൻ, പിരിമുറുക്കം ഇതൊക്കെ ഒഴിവാക്കി എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ച് മുമ്പോട്ട് പോകണം. കർക്കിടക വാവുബലി ചെയ്യുന്നത് വളരെ ഗുണം ചെയ്യും. അതോടൊപ്പം ഗണപതി ഹോമം, ഭഗവതി സേവ നടത്തുന്നതും എല്ലാ ഗുണങ്ങളും നിങ്ങൾക്ക് ലഭിക്കുന്നതിന് കാരണമാണ്.